Start ചെയ്യാം. Yes. Everything is okay, fine. Raga sir, ready? Raga sir, mic off ആണ്. Yeah, start. Ready. Okay, thank you. Cool. Wonderful. Good evening all. My name is Arun from Calicut. So, ഈ ഒരു സയൻസ് ഇന്ത്യയിൽ ഞങ്ങളോടൊപ്പം ഒരല്പസമയം ചെലവഴിക്കാൻ എത്തിപ്പെട്ട ഓരോരുത്തർക്കും ഈ ഒരു അവസരത്തിലേക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സോ നമുക്കറിയാം ഇന്ന് ആഗസ്റ്റ് 15th ആണ്. നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ബട്ട് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരുപാട് സാധാരണക്കാരുടെ ലൈഫിൽ അവർക്കൊന്നും ഫിനാൻഷ്യലി എന്തില്ല, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കറിയാം ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ എപ്പോഴും വരുന്നില്ല. ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം അത് തട്ടിക്കളയാതെ ഏറ്റെടുക്കുന്ന ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലൈഫിൽ സക്സസ് ആവുള്ളൂ. എന്റെ ലൈഫിൽ പേഴ്സണൽ പറയുകയാണെങ്കിൽ ഈ ഒരു തേംസ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തിട്ട് ഏകദേശം ഒരു 11 മാസത്തോളം കാലമായി. ഈ ഒരു 11 മാസത്തെ കാലയളവിൽ എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു സാധാരണക്കാരന്റെ ലൈഫ് അസാധാരണമാക്കാൻ പറ്റിയ ഒരേ ഒരു കൺസെപ്റ്റ് മാത്രമേ, അല്ലെങ്കിൽ ഒരേ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മാത്രമേ ഇന്നുള്ളൂ. അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. സോ ഇന്ന് തേംസ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി പ്ലാൻ പ്രസന്റേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യാണ്, പ്രസന്റ് ചെയ്യാണ്. ഇന്ന് ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള, നമ്മുടെ കമ്പനിയുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മിസ്റ്റർ രാകേഷ് സാർ ഫ്രം തൃപ്പൂണിത്തുറ. സോ ഐ പ്രൗഡ്ലി ഇൻവൈറ്റ് മിസ്റ്റർ രാകേഷ് സാർ. പ്ലീസ് വെൽക്കം ഫ്രം ദ ഡയസ്. Thank you, Arun bro. Thank you very much. Very good evening all. Very good evening. എല്ലാവർക്കും ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നേരുന്നു. നമുക്കറിയാം ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ 74ാം വാർഷികം നമ്മൾ ആഘോഷിക്കുക. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം ഇനിയും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മളെപ്പോലുള്ള നിരവധി സാധാരണക്കാരായ വ്യക്തികൾ ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാതെ ഒരുപാട് സ്ട്രഗ്ലിങ്ങിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് അരുൺ സാർ പറഞ്ഞു, ഏതൊരു സാധാരണക്കാരനും അവന്റെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു അവസരമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സുഹൃത്തെ, ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, അരുൺ സാർ പറഞ്ഞത് തന്നെ ഇതൊരു അവസരമാണ്. കയ്യിൽ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച വ്യക്തികൾ മാത്രമാണ് ജീവിതത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറയുന്നത് ഒരു അവസരം, ഒരു തുറന്ന മനസ്സോടുകൂടി ഇതൊന്ന് കേൾക്കാൻ തയ്യാറാവുക. ഒരു മുൻവിധിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഒരു തുറന്ന മനസ്സോടുകൂടി കേൾക്കുക. ചിന്തിക്കാനുള്ള ഒരു യുക്തിയും ശക്തിയും ജഗദീശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ? ആ ഒരു ചിന്താശക്തി ഉപയോഗിച്ച്, ആ വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ അവസരം ഒന്ന് പഠിക്കുക. ഒരു തീരുമാനമെടുത്ത് ഈ ഒരു അവസരത്തിന്റെ പാർട്ടായി നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളിലേക്ക് എത്താൻ സാധിക്കും. എനിക്കറിയാം ഇന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിൽ യങ്സ്റ്റേഴ്സ് ഉണ്ട്, ജോലിക്കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ്. നമ്മളിന്ന് പഠിക്കുന്നത് ജോലി ലഭിക്കാനായിട്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? കാര്യം നമുക്കറിയാം കൊറോണ എന്ന് പറയുന്ന ഒരു മഹാവ്യാധി വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് വർഷങ്ങളായിട്ട് നിലവിൽ ചെയ്യുന്ന ജോലി ചെയ്യാൻ പല ആളുകൾക്കും സാധിക്കുന്നില്ല. ജോലി ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കാർക്കും തന്നെ വരുമാനം ലഭിക്കുന്നില്ല. സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പല സ്റ്റഡി റിപ്പോർട്ടുകളും പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ 16 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം 100 കോടിയാണ്. നമുക്കറിയാം 130 കോടിക്ക് മുകളിൽ ജനസംഖ്യയുണ്ട്. അതിൽ 100 കോടിക്ക് മുകളിൽ 16 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളാണ്. അതിൽ 30% ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദാറ്റ് മീൻസ് 30 കോടിയിലധികം ആളുകളുടെ തൊഴിൽ കൊറോണ എന്ന് പറഞ്ഞ വ്യാധി വന്നുകൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ബിസിനസ്സുകാരുടെ അവസ്ഥ നമുക്ക് വ്യക്തമായിട്ടറിയാം. കാര്യം കൊറോണ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു അസുഖം, അല്ലെ? ബട്ട് നമ്മളെല്ലാവരും ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത്, സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്നത് അസുഖമല്ല, മറിച്ച് ഒരു ഫിനാൻഷ്യൽ ചലഞ്ചിലേക്കാണ് നമ്മളെല്ലാവരും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ ഒരു ബിസിനസ് അവസരത്തിന്റെ പ്രസക്തി. കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു അവസരം ചൂസ് ചെയ്യേണ്ടത്. സുഹൃത്തെ, ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന വ്യക്തികളാണെങ്കിൽ നിലവിൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്, ആ ജോലിക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പോകാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇൻകം ലഭിക്കുന്നില്ല.
ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിലവിലൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിലൂടെ പ്രോപ്പറായിട്ട് ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, അഡീഷണൽ ആയിട്ടൊരു ഇൻകം നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു അവസരം നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഞാൻ നിങ്ങളെ എല്ലാവരെയും ആ ഒരു അവസരത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം ടു ദ ബേ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങളുടെ തീരത്തിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് എന്നെ പോലെ നിരവധി സാധാരണക്കാരായ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വലിയ വെളിച്ചം വീശിയ ഒരവസരം, ഇന്ന് ഞങ്ങളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അവസരം, ഇന്ന് ഞങ്ങളെയൊക്കെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ സഹായിക്കുന്ന അവസരം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു അവസരം ഏറ്റെടുക്കുമ്പോൾ സാധാരണക്കാരനായിരുന്നു ഞാൻ. പേര് രാകേഷ് ബാബു, സ്വദേശം തൃപ്പൂണിത്തുറ. ഈ ഒരു അവസരം ഏറ്റെടുത്തു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇന്ന് ജീവിതത്തിൽ ഏതൊരു സാധാരണക്കാരനും സ്വപ്നം കാണുന്നതിലധികം നേട്ടങ്ങളിലേക്ക് എത്താൻ ഈ ഒരു അവസരം എന്നെ സഹായിച്ചു. എന്നെ മാത്രമല്ല, എന്നെ വിശ്വസിച്ചു വന്ന നിരവധി വ്യക്തികളെ. അങ്ങനെ ഞങ്ങളെ എല്ലാവരും ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സഹായിച്ച ഈ ഒരു അവസരം നമുക്ക് പ്രദാനം ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് തേംസ് ബേ മാർക്കറ്റിംഗ് LLP. വെൽക്കം ടു ദ ബേ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഈ കമ്പനിയെ പറ്റി പറയുമ്പോൾ കമ്പനിയുടെ പ്രൊഫൈൽ, ഏതൊരു കമ്പനിയും സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് കമ്പനിയുടെ പ്രൊഫൈലാണ്. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് 2018 ഏപ്രിൽ 24 കൊച്ചി ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ടാണ്. ഈ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നത് 25 വർഷത്തിലധികം പാരമ്പര്യമുള്ള 4ഓളം കമ്പനികളാണ് തേംസ് ബേ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ കമ്പനികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 3 countries ഡൂയിങ് ബിസിനസ്, ഇന്ത്യ, GCC, UK. ഇന്ത്യയിലും GCC കൺട്രീസിലും അതുപോലെ തന്നെ UK-യിലും ബിസിനസ് ചെയ്യുന്ന 4ഓളം കമ്പനികൾ. ഇന്ന് ISO ആൻഡ് HACCP, GMP ആൻഡ് FSSAI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനി. ഞാൻ പറഞ്ഞ ആ 4 കമ്പനികൾ ഇതൊക്കെയാണ്: ഗോഡ് ഹോക്ക് പ്രോപ്പർട്ടീസ്, ഓർക്കിഡ് ഇന്റർനാഷണൽ, മിക്കാസ ഹോളിഡേ ഹോം, കാസാഡോ കൺവെൻഷൻ സെന്റർ. ഈ 4 കമ്പനികളുടെ ഒരു സിസ്റ്റർ കൺസേൺ ആണ് തേംസ് ബേ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ ഒരു അവസരം പ്രദാനം ചെയ്യുന്ന കമ്പനി. ഈ 4 കമ്പനികൾ ഞാൻ പറഞ്ഞു പൊളിറ്റിക്കലി ആൻഡ് ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു കമ്പനി. ഇത് തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയെ നയിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ് ടീം. അബ്ദുൽ ഹക്കീം സാർ നമ്മുടെ ഫൗണ്ടർ ആൻഡ് CEO. ഞാൻ മുന്നേ പറഞ്ഞ 4 കമ്പനികളുടെയും മാനേജിംഗ് പാർട്ട്നേഴ്സിൽ ഒരാൾ. അതേപോലെ തന്നെ ഇന്ന് കൈവച്ച മേഖലകളെല്ലാം തന്നെ വിജയം പാറിച്ച 4ഓളം വ്യക്തികൾ അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ട്. സജീവ് സാർ, രതീഷ് സാർ, അലക്സ് ടോം സാർ, ഫദ്ലുൽ അബീദ് സാർ. ഈ ഒരു മാനേജ്മെന്റ് ആണ് ഈ ഒരു കമ്പനിയെ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഈ കമ്പനിയുടെ ശക്തി, ഈ കമ്പനിയുടെ നട്ടല് ഈ ഒരു മാനേജ്മെന്റ് ആണ്. ഇന്ന് നോക്കുക, കമ്പനിയുടെ സർട്ടിഫിക്കേഷൻ. ഇന്ന് ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിക്കും ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നതിനായിട്ട് ആവശ്യമുള്ള സർട്ടിഫിക്കേഷൻസ് ഓൾറെഡി നമ്മുടെ കമ്പനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ISO 9001 2015, ISO 22000 2005, the GMP Good Manufacturing Products Certificate, HACCP, then അതേപോലെ തന്നെ Certificate of Incorporation, FSSAI registration, then GST registration certificate. ഇന്ന് ഏതൊരു കമ്പനിക്കും, ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിക്കും നിലവിൽ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞ ഒരു കമ്പനിയുടെ അവസരമാണ് നിങ്ങൾ ഇന്നിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാവും. ഈസ് ഇറ്റ് എ ലീഗൽ ബിസിനസ്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ബിസിനസ് ആണോ? ഒരു നിയമപരമായ ബിസിനസ് ആണോ? ഇതിന് നിയമമുണ്ടോ? മുൻപുണ്ടായിരുന്ന പല അനുഭവങ്ങൾ ആളുകളെ മറിച്ച് ചിന്തിപ്പിക്കും. ഇതൊരു ഇല്ലീഗൽ ബിസിനസ് ആണോ? ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് എ ലീഗൽ ബിസിനസ്. 2011 നിരവധി ഫ്രോഡ് കമ്പനികൾ ഇന്ത്യയിൽ കടന്നു വന്നു. അതിന്റെ ഭാഗമായിട്ട് അന്നത്തെ ഗവൺമെന്റ് ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ നിരോധിച്ചു. 2012 മുതൽ വീണ്ടും പല കമ്പനികളും ഈ മേഖലയിലേക്ക് വന്നു, പക്ഷേ നിയമമില്ല. 2014 നീതി ആയോഗിന്റെ CEO ശ്രീ അമിതാഭ് കാന്ത്, അദ്ദേഹം ഈ മേഖലയെ പറ്റി പഠിച്ചു, ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുന്നു. 2025 കൂടി ഇന്ത്യൻ എക്കോണമിയുടെ മേജർ പാർട്ട് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ആണ്. 64,500 ബില്യൺ ക്രോറിന് മുകളിലായിരിക്കും ആ സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ടേൺ ഓവർ എന്ന് അദ്ദേഹം ഗവൺമെന്റിന് ധരിപ്പിക്കുന്നു. അദ്ദേഹം ഗവൺമെന്റിനോട് പറയുന്ന ഇത്ര മാത്രം: നിരവധി യുവതി യുവാക്കൾക്ക് ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാം, പക്ഷേ ഈ മേഖലയ്ക്ക് നിയമമില്ല.
ഇതിനൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന് 5 പൈസ ചെലവില്ലാതെ നിരവധി വ്യക്തികൾക്ക് ഒരു തൊഴിൽ നൽകാനാവും. 5 പൈസ ചെലവില്ലാതെ ഗവൺമെന്റിന് ടാക്സ് ഇനത്തിൽ നല്ല വരുമാനം വാങ്ങിച്ചുകൊണ്ട് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ 2014 കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്ററായ ശ്രീ രാംവിലാസ് പാസ്വാന്റെ നേതൃത്വത്തിൽ പാർലമെന്റിൽ ഒരു കരട് ബില്ല് പാസ്സാക്കുന്നു. ദെൻ 2016 വ്യക്തമായിട്ടൊരു നിയമം വരുന്നത്, വ്യക്തമായിട്ടൊരു ഗൈഡ് ലൈൻ വരുന്നത്. 2016 സെപ്റ്റംബർ 9 പാർലമെന്റിൽ ഒരു ഗൈഡ് ലൈൻ പാസ്സാക്കി. അതിനുശേഷം ഈ ഗൈഡ് ലൈൻ പാസ്സാക്കിയതിനു ശേഷം ഗവൺമെന്റ് ചെയ്തൊരു കാര്യമുണ്ട്. ആ സമയത്ത് ഇന്ത്യയിൽ ഏകദേശം 1200-ലധികം കമ്പനികളാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ചെയ്തത് ആ കമ്പനികൾക്കെല്ലാം ഒരു ഇന്റിമേഷൻ നൽകി, നിങ്ങളുടെ പ്രവർത്തന രീതി ഗവൺമെന്റിനെ അറിയിക്കണം. ആ കമ്പനികളെല്ലാം ഗവൺമെന്റിൽ അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്തു അവരുടെ പ്രവർത്തന രീതികൾ. ആ അഫിഡവിറ്റിനെ ഗവൺമെന്റ് ചെയ്തത് SFIO എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവരെ ഏൽപ്പിച്ചു. അവര് ആ ഒരു അഫിഡവിറ്റ് സ്റ്റഡി ചെയ്തു. അതിനുശേഷം അതില് ഏതൊക്കെ കമ്പനികളാണ് നിയമപരമായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന നിയമങ്ങൾ പാലിക്കുന്നത്, ആ കമ്പനികളുടെ ലിസ്റ്റ് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തു. അപ്പോ പൊതുജനങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജനങ്ങൾ അറിയണം ഏതൊക്കെ കമ്പനിയാണ് ഗവൺമെന്റ് പറയുന്ന നിയമങ്ങൾ പാലിക്കുന്നത് എന്ന്. അതിനുവേണ്ടി ഗവൺമെന്റ് ചെയ്തൊരു കാര്യം, ഡയറക്ട് സെല്ലിങ്ങിനെ കൺസ്യൂമർ മിനിസ്ട്രിയുടെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു. കൺസ്യൂമർ മിനിസ്ട്രിയുടെ വെബ്സൈറ്റ് ഉണ്ട്, consumerhelpline.gov.in. നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക, പ്രൊവിഷണൽ ലിസ്റ്റ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എൻറ്റിറ്റീസ്. നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു 457 കമ്പനികളുടെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കമ്പനികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ കമ്പനികളുടെ പേര് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ സുഹൃത്തെ 379ാമത് ഒരു കമ്പനിയുടെ പേര് നിങ്ങൾക്ക് കാണാം. ആ കമ്പനിയുടെ പേരാണ് തെംസ് ബേ മാർക്കറ്റിംഗ് LLP എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരം പ്രദാനം ചെയ്യുന്ന കമ്പനിയുടെ പേര്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, കേരളത്തിൽ ഒരു നിയമം ഉണ്ടോ? സംശയിക്കേണ്ട സുഹൃത്തെ, കാരണം ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നത് കേരള ഗവൺമെന്റ് ആണ്. 2018 ഓഗസ്റ്റ് മാസം 8 ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവന്നു, ഒരു മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവന്നു. ഈ ഒരു മേഖലയെ റെഗുലേറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു മോണിറ്ററിംഗ് മെക്കാനിസം. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് 5ഓളം രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുകൾ ഇന്ന് കേരളത്തിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. CITയുടെ യൂണിയൻ ഉണ്ട്, AITUCന്റെ യൂണിയൻ ഉണ്ട്, INTUCയുടെ യൂണിയൻ ഉണ്ട്, BMSന്റെ യൂണിയൻ ഉണ്ട്, STUയുടെ യൂണിയൻ ഉണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട്. ഇനിയും ഈ മേഖലയിൽ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കാൻ പാടില്ല, അതിനെ മോണിറ്റർ ചെയ്യുന്നതിനായിട്ട് ഇന്ന് നിരവധി യൂണിയനുകൾ ഇന്ന് ഈ മേഖലയിൽ വളരെ ശക്തമാണ്. അവർ ഗ്രേറ്റ് ശ്രീ അബ്ദുൽ കലാം സാർ, അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിസിനസ് ഓഫ് 21st century which must be joined by every young man and woman globally, otherwise you can never get best of your youth age. എല്ലാ യുവതി യുവാക്കളും ചെയ്തിരിക്കേണ്ട ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അദ്ദേഹം പറയുന്നു. ഇത് 21ാം നൂറ്റാണ്ടിന്റെ ബിസിനസ് ആണ്, ഈ കാലഘട്ടത്തിന്റെ ബിസിനസ്. ഇദ്ദേഹത്തിന് നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് അല്ലെ, US പ്രസിഡന്റ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഹാസ് പ്രൂവൺ ഇറ്റ്സെൽഫ് ടു ബി എ viable and rewarding source of income. പറഞ്ഞത് ഞാനല്ല, ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിനെ പറ്റി സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രംപ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, അതിന്റെ CEO ആയിരുന്നു ഡൊണാൾഡ് ട്രംപ്. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് gives people the opportunity with very low risk and very low financial commitment. പറയുന്നത് റോബർട്ട് കിയോസാക്കി, ഇന്ന് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ്, അമേരിക്കൻ പ്രസിഡന്റിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്, ഒരു ഇൻവെസ്റ്റർ, ഒരു ബിസിനസ്മാൻ, ഒരു ഓതർ. അദ്ദേഹം പറയുന്നു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും ലോ റിസ്കിലും ലോ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റും, വളരെ ചെറിയ റിസ്കിലും വളരെ ചെറിയ മുതൽ മുടക്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്. അത് സ്വന്തമായിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കിങ്ഡം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു സാമ്രാജ്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറയുന്നത് റോബർട്ട് കിയോസാക്കി. ഇദ്ദേഹത്തിന് നമുക്കറിയാം, ബിൽ ഗേറ്റ്സ് അല്ലേ,
ലോക കോടീശ്വരനായിരുന്നു. അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചു, താങ്കൾക്ക് ഒന്നേന്ന് തുടങ്ങേണ്ടെന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ താങ്കൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇഫ് ഐ വുഡ് ബി ഗിവൺ എ ചാൻസ് ടു സ്റ്റാർട്ട് ഓൾ ഓവർ അഗെയിൻ, എനിക്ക് ഒന്നേന്ന് തുടങ്ങുവാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഐ വുഡ് ചൂസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഞാൻ സെലക്ട് ചെയ്യുക നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ലോകത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിനെ പറ്റി നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള നെറ്റ്വർക്കിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത ആളുകളോട് നമ്മൾ ചോദിക്കുന്നു. സുഹൃത്തെ, ലോകത്തിൽ ഫേമസ് ആയിട്ടുള്ള ആളുകൾ പറയുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി. ഇത് ലോകത്തിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രീസ് നോക്കി കഴിഞ്ഞാൽ അതിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇന്ന് ഇന്ത്യയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ ബിസിനസ് പ്ലാൻ ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനി അസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ കമ്പനിയുടെ വിഷൻ എന്താണെന്നുള്ളതാണ്. കാരണം വിഷൻ ഉള്ള ഒരു കമ്പനിക്ക് മാത്രമേ ലോങ് ലൈഫിൽ പോകാൻ സാധിക്കുള്ളൂ. ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഈ കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ലാർജസ്റ്റ് കസ്റ്റമർ നെറ്റ്വർക്ക് അറൌണ്ട് ദ വേൾഡ് and be a global leader with premium quality products and services through online and offline shops, making people's mind inspired and encouraged to use their efforts, talents and honest marketing flavor towards achievements in life. ഇന്ന് ലോകം മുഴുവനുള്ള കസ്റ്റമേഴ്സിനെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക, അവരെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് അവർക്ക് എത്തിക്കുക. അത് ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും. അതോടൊപ്പം തന്നെ ആ ആളുകളെ എൻകറേജ് ചെയ്തുകൊണ്ട് അവരുടെ എഫേർട്ടും അവരുടെ ടാലന്റും അവരുടെ ഓണസ്റ്റ് മാർക്കറ്റിംഗ് ഫ്ലവേഴ്സും യൂസ് ചെയ്തുകൊണ്ട് അവരെ ഒരു അച്ചീവറാക്കി മാറ്റുക. ഇതാണ് നമ്മുടെ കമ്പനിയുടെ വിഷൻ. കസ്റ്റമർ നെറ്റ്വർക്ക് റെവല്യൂഷൻ. ഒരു കസ്റ്റമർ നെറ്റ്വർക്ക് റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം, കമ്പനിയുടെ വിഷൻ. നമുക്കും ഈ കമ്പനിയുടെ ഭാഗമായിട്ട് മാറാൻ സാധിക്കും. നമുക്ക് ഈ കമ്പനിയുടെ ഭാഗമായിട്ട് മാറാൻ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് നിങ്ങളെ ഈ ഒരു അവസരത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധു ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ സഹായത്തോടു കൂടി ടെംസ് വേ മാർക്കറ്റിംഗ് LLP എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം. നിങ്ങൾ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി. ദെൻ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള അനവധി ഉൽപ്പന്നങ്ങളുണ്ട്. അതിൽ 50 BV അല്ലെങ്കിൽ 100 BV എന്ന് പറഞ്ഞ ബിസിനസ് വോളിയം. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിനും ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അതിന് നമ്മൾ ബിസിനസ് വോളിയം എന്ന് പറയും. അങ്ങനെ 50 BV അല്ലെങ്കിൽ 100 BVയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയുടെ ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടറായി മാറി. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, ഹാപ്പി, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ബട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് കമ്പനി നിങ്ങൾക്ക് തരികയാണ്. പ്രോഡക്ട്സ് ഉണ്ട്, പേഴ്സണൽ കെയർ ആൻഡ് കോസ്മെറ്റിക്സ് ഉണ്ട്, കിച്ചൺ വെയർ അപ്കമിംഗ് പ്രോഡക്ട്സ് ആണ്, ദെൻ ഹോം കെയർ പ്രോഡക്ട്സ്. ഇന്ന് ഏതൊരാൾക്കും ആവശ്യമായ പ്രൊഡക്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ബ്രാൻഡുകൾ. ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് ആണ്, ലൈഫ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നു. ലോക്കൽ ലണ്ടൻ കോസ്മെറ്റിക്സ്, പ്രോഡക്ട്സ്, സെൽഫ് കെയർ, സോയിൻസ്, ഹോം കംഫോർട്സ്, ഇതൊക്കെയാണ് നമ്മളുടെ ബ്രാൻഡുകൾ. കമ്പനിയുടെ ഓൺ ബ്രാൻഡ് പ്രോഡക്ട്സുകൾ, പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സുകൾ. ഇതാ നമ്മുടെ പ്രീമിയം പ്രോഡക്ട്സുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഡെയിലി യൂസ് ടീ വരുന്നുണ്ട്, സോപ്പ് വരുന്നുണ്ട്, ഫേസ് വാഷ്, ഹെയർ കെയർ, അങ്ങനെ എല്ലാ പ്രൊഡക്ട്സുകളും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഈ ഒരു സെഗ്മെന്റിൽ വരുന്നു. ലോവിൽ ലണ്ടൻ ലേഡീസിന് വേണ്ടിയിട്ടുള്ള കോസ്മെറ്റിക്കുകൾ, ലണ്ടൻ വെൽവറി, ആ ബ്രാൻഡിൽ വരുന്ന ടീഷർട്ട്സ് വരുന്നുണ്ട്, നൈറ്റ് വെയർ വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്യുവർ ലെതർ ബെൽറ്റുകൾ, ജെന്റ്സിന് വേണ്ടിയുള്ള വാലറ്റുകൾ, ലേഡീസിന് വേണ്ടിയുള്ള ബാഗുകൾ. CR Plus നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് CR Plus. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കുർക്കുമിനാണ്. അതിന്റെ കണ്ടന്റ് കുർക്കുമിൻ നമ്മൾ പല ഫോമിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാപ്സൂൾസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുക, പൗഡർ ഫോം. കുർക്കുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞളിന്റെ എക്സ്ട്രാക്ട്.
മഞ്ഞളിന് ആ ഒരു മഞ്ഞ കളർ കൊടുക്കുന്നത് കുർക്കുമിനാണ്. ഇത് കഴിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. നമ്മൾ പറയുന്നു, ഗവൺമെന്റ് പറയുന്നു ലീവ് വിത്ത് കൊറോണ. കാരണം കൊറോണ ഒഴിവാക്കി നമുക്കിന്ന് ജീവിക്കാൻ സാധിക്കില്ല. ലീവ് വിത്ത് കൊറോണ എന്ന് പറയുക. ആ കൊറോണയോടൊപ്പം നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സിആർ പ്ലസ്. ഒപ്പം അതിന്റെ ഒപ്പം എന്താ പറയാ, അതിന്റെ മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് പെപ്പറിൻ. കുരുമുളകിന്റെ എക്സ്ട്രാക്റ്റും അതിൽ വരുന്നുണ്ട്. ഇത് 2 ഫ്ലേവറിൽ വരുന്നു, ഓറഞ്ച് ആൻഡ് മാംഗോ. ജ്യൂസ് അല്ല, ഇത് ഓറഞ്ചിന്റെയും മാംഗോയുടെയും പൾപ്പാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആ പൾപ്പിലാണ് ഈ കുർക്കുമിൻ ആഡ് ആയിരിക്കുന്നത്. ഇന്ന് വേൾഡില് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു രീതിയിൽ കുർക്കുമിൻ പ്രസന്റ് ചെയ്യുന്നത്. കാര്യം മാർക്ക് വേണമെങ്കിൽ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. കുടിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. 50 ml 15 ബോട്ടിലാണ് ഒരു പാക്കിൽ വരിക. ലീവ് വിത്ത് കൊറോണയ്ക്ക് ഏറ്റവും ബെറ്റർ പ്രോഡക്റ്റ്. നമ്മുടെ സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണ് വീറ്റ് ഗ്രാസ്, ഗ്രീൻ ലൈഫ് വീറ്റ് ഗ്രാസ്. വീറ്റ് ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഗോതമ്പിന്റെ മുള. ഗോതമ്പ് മുളപ്പിച്ച് അത് പാകി അതൊരു 5 ഇഞ്ച് 6 ഇഞ്ച് ഹൈറ്റ് വരുമ്പോൾ അത് കട്ട് ചെയ്തെടുത്ത് അതിനെ എക്സ്ട്രാക്ട് എടുത്ത് ഒരു പൗഡർ ഫോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് റിലീഫ് കിട്ടും. അതുപോലെ തന്നെ കിഡ്നി ഫങ്ഷൻസ് ക്ലിയർ ചെയ്യും, ലിവർ ഫങ്ഷൻസ് ക്ലിയർ ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻസ് കൂട്ടും. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ പോലെയുള്ള അസുഖങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും. ഇത് ഇന്റേണൽ യൂസ് ഒരുപാട് യൂസ് വരുന്നുണ്ട്. ഇതിന് എക്സ്റ്റേണൽ യൂസ് ചെയ്യാം. ഇത് വേണമെങ്കിൽ തലയിൽ തേച്ച് കുളിക്കാം. തലയിൽ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ താരൻ അവോയ്ഡ് ചെയ്യും, താരൻ ഇല്ലാണ്ടാവും. സ്കിൻ ഇൻഫെക്ഷൻ ആണ് താരൻ. സ്കിൻ ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യും. അണ്ടർ ആംസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലുകൾ മാറി കിട്ടും. ഇതൊരു വൂണ്ട് ഹീലർ ആണ്. വൂണ്ട് ഹീൽ ചെയ്യാൻ, മുറിവുണക്കാൻ വളരെ അത്യുത്തമം. ഷുഗർ പേഷ്യൻസിന്റെ പോലും മുറിവുണക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വീറ്റ്. ഒരു മൾട്ടി പർപ്പസ് പ്രോഡക്റ്റ് ആണ്. സുഹൃത്തുക്കളെ, ഇതൊന്നും മെഡിസിൻസ് അല്ല, ഫുഡ് സപ്ലിമെന്റ്സ് ആണ്. ഈ പറയുന്ന പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള 50 BV അല്ലെങ്കിൽ 100 BV പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടെ നിങ്ങളുടെ കയ്യിലേക്ക് വരിക. ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനവധി റിവാർഡുകൾ, അനവധി ഇൻകം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു. ഫാസ്റ്റ് ട്രാക്ക് ഇൻകം. ഫസ്റ്റ് വരുന്ന ഇൻകം റീറ്റെയിൽ പ്രോഫിറ്റ്, സെക്കൻഡ് ഇൻകം ടീം ബോണസ്, തേർഡ് ഇൻകം ലീഡർഷിപ്പ് ബോണസ്, ഫോർത്ത് ഇൻകം റോയൽറ്റി ഇൻകം. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. റീറ്റെയിൽ പ്രോഫിറ്റ്. ഇന്ന് തെംസ്പേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് തെംസ്പേയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് 10 to 20% ഡിസ്കൗണ്ടിലാണ്. MRP നിന്ന് 10% മുതൽ 20% വരെ വില കുറച്ച് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം. ആ 10 to 20% നിങ്ങളുടെ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. രണ്ടാമത്തെ ബെനിഫിറ്റ് ടീം ബോണസ്. അതിൽ എഴുതിയിട്ടുണ്ട്, അതിൽ തന്നെ വ്യക്തമാണ്, ടീം ബോണസ്. ടീം. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കമ്പനിക്ക് ആവശ്യമായ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു അല്ലേ, ലോകം മുഴുവനുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരു കുടക്കീഴിലേക്ക് എത്തിക്കുകയാണ്. ആ കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഇതിലേക്ക് എത്തിക്കുകയാണ്. ആ കസ്റ്റമേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ടീമായിട്ടാണ്. നിങ്ങൾക്ക് ഒരു A ടീം ഉണ്ട്, ഒരു B ടീം ഉണ്ട്. ഇത് നിങ്ങളാണ്. നിങ്ങൾ കമ്പനിയുടെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി, എക്സാമ്പിൾ കമ്പനിയുടെ 100 ബിസിനസ് വോളിയത്തിന്റെ കുറച്ച് ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങി എന്ന് വിചാരിക്കുക. നിങ്ങൾ കമ്പനിയുടെ ആക്റ്റീവ് കസ്റ്റമർ ആയിട്ട് മാറി. ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു ബിസിനസ് പഠിക്കുന്നത് വരേക്കും നിങ്ങൾ ഒരാളോട് പോയി നേരിട്ട് പറയണ്ട. മറിച്ച് ഇതേ പ്രോഗ്രാം എവരി ഡേ മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ 4 ലാംഗ്വേജിലായിട്ട് എവരി ഡേ 7:30 കണ്ടക്ട് ചെയ്യുന്നു. ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ആരോടാണ് ഈ അവസരം പറഞ്ഞു കൊടുക്കേണ്ടത്? അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക, അവർക്ക് യൂട്യൂബ് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക, അതിലൊന്ന് കയറി അവസരം ഒന്ന് കാണാൻ പറയുക, ഒന്ന് കേൾക്കാൻ പറയുക. അങ്ങനെ അവസരം കേട്ട് താല്പര്യം വരുന്ന വ്യക്തികൾ, അവരും നിങ്ങൾ എങ്ങനെയാണ് ഈ അവസരത്തിലേക്ക് വന്നത് അതേ രീതിയിൽ അവരും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് അവരും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരും. ഇത് ആൾക്കാരെ ചേർക്കുന്ന പരിപാടിയോ ആൾക്കാരെ പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല, പക്ക ബിസിനസ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിനോട് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു. ആൾക്ക് ഈ അവസരം ഇഷ്ടപ്പെട്ടു. ആൾ എന്ത് ചെയ്തു? നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നതുപോലെ തന്നെ ആളും 100 BV കുറച്ച് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ അവസരത്തിലേക്ക് കടന്നു വന്നു. നിങ്ങൾ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനോട് ഈ അവസരം ഷെയർ ചെയ്തു. ആളും എന്ത് ചെയ്തു?
നിങ്ങൾ ഈ അവസരത്തിൽ വന്നതുപോലെ തന്നെ 100 BV കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ആളും ഈ ബിസിനസ്സിലേക്ക് വന്നു. ഇവിടെ കമ്പനി നോക്കുമ്പോ നിങ്ങൾ വഴി കമ്പനിക്ക് 2 കച്ചവടം നടന്നു. 2 ആൾക്കാരെ ചേർത്തില്ല, 2 കച്ചവടം നടന്നു. എ ടീമിൽ 100 ബിസിനസ് വോളിയം, ബി ടീമിൽ 100 ബിസിനസ് വോളിയം. ഈ കച്ചവടം നടക്കാനായിട്ട് കമ്പനിക്ക് മാർക്കറ്റിംഗ് കോസ്റ്റോ അഡ്വർടൈസ്മെന്റ് കോസ്റ്റോ ഒന്നും വന്നില്ല. കാര്യം ഇവിടെ മാർക്കറ്റ് ചെയ്തത് നമ്മളാണ്, നമ്മൾ പറയുന്നതാണ് ഇവിടുത്തെ അഡ്വർടൈസ്മെന്റ്. സോ അതിനുള്ള എമൗണ്ട് കമ്പനിക്ക് ലാഭം. ആ ലാഭവിഹിതം കമ്പനി നമുക്ക് തരും. അതിനാണ് നമ്മൾ ടീം ബോണസ് എന്ന് പറയുക. അതിങ്ങനെയായിരിക്കും, നിങ്ങളുടെ എ ടീമിൽ എത്ര ബിസിനസ് വോളിയമാണോ നടക്കുന്നത്, ബി ടീമിൽ എത്ര ബിസിനസ് വോളിയമാണോ നടക്കുന്നത്, അതിന്റെ മാച്ചിങ് ബിസിനസ് വോളിയത്തിന്റെ 10 മടങ്ങ് നിങ്ങളുടെ വരുമാനം. അത് ഡെയിലിയാണ്. ഇവിടെ കമ്പനി നോക്കുമ്പോൾ നിങ്ങളുടെ എ ടീമിൽ 100 ബിസിനസ് വോളിയം, ബി ടീമിൽ 100 ബിസിനസ് വോളിയം, 100 ബിസിനസ് വോളിയം മാച്ച് ചെയ്തു. 100 ബിസിനസ് വോളിയത്തിന്റെ 10 മടങ്ങ് എന്ന് പറയുമ്പോൾ 1000 രൂപ ആ ഒരു ദിവസത്തെ നിങ്ങളുടെ വരുമാനം. കമ്പനി നിങ്ങളോട് 3 കാര്യങ്ങളാണ് ചെയ്യാൻ പറയുന്നത് ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഈ കമ്പനിയുടെ ഒരു ആക്റ്റീവ് കസ്റ്റമർ ആവുക. സെക്കൻഡ്, നിങ്ങൾ 2 പാർട്ട്നേഴ്സിനെ കണ്ടെത്തുക. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിലേക്ക് 2 പാർട്ട്നേഴ്സിനെ കണ്ടെത്തുക. തേർഡ് വൺ, ആ 2 പാർട്ട്നേഴ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അവർക്ക് നിങ്ങൾക്ക് വരുമാനം കിട്ടിയതുപോലെ വരുമാനം ലഭിക്കാനായി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഇവിടെ നോക്കുക, നിങ്ങളുടെ എ ടീമിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു വന്നു, ബി ടീമിൽ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വന്നു. അവരെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു. എ ടീമിൽ വന്ന ബന്ധു അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനോട് ഈ അവസരം ഷെയർ ചെയ്തു. ആ വ്യക്തിയും ഇതേ രീതിയിൽ 100 BV പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ഈ അവസരത്തിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിനോട് ഈ അവസരം ഷെയർ ചെയ്തു. ആ വ്യക്തിയും 100 BV പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ബിസിനസ്സിലേക്ക് വന്നു. ബി ടീമിൽ നമ്മുടെ അടുത്തൊരു സുഹൃത്താണ്. സുഹൃത്തും ഇതേ രീതിയിൽ 2 പാർട്ട്നേഴ്സിനെ കണ്ടെത്തി. നിങ്ങൾ ചെയ്ത സെയിൽ ആയിരിക്കില്ല, ആ സുഹൃത്തോ ബന്ധുവോ ചെയ്തതായിരിക്കാം, പക്ഷെ നിങ്ങളും കൂടെ ഒരു സപ്പോർട്ട് അതിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഈ 2 വ്യക്തികളും അവരുടെ എ ടീമിലും ബി ടീമിലുമായിട്ട് 100 BV ഓരോ എൻട്രി നടത്തിയപ്പോ അവർക്ക് കിട്ടുന്ന ഇൻകം നോക്കാം. നിങ്ങളുടെ എ ടീമിൽ വന്ന ബന്ധുവിന് കിട്ടുന്നു 1000 രൂപ, ബി ടീമിൽ വന്ന സുഹൃത്തിന് കിട്ടുന്നു 1000 രൂപ. എ ടീമിലും ബി ടീമിലും നിങ്ങളെ വിശ്വസിച്ച് വന്ന ബന്ധുവിനും സുഹൃത്തും 1000 രൂപ വീതം വെച്ച് വരുമാനം വാങ്ങിച്ചു കൊടുത്തപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു നോക്കണം. ഇവിടെ നോക്കുമ്പോ നിങ്ങളുടെ എ ടീമിൽ 100 200 ബിസിനസ് വോളിയം, ബി ടീമിൽ 100 200 ബിസിനസ് വോളിയം, 200 ബിസിനസ് വോളിയം മാച്ച് ചെയ്തു. 200 ബിസിനസ് വോളിയം മാച്ച് ചെയ്യുമ്പോൾ അതിന്റെ 10 മടങ്ങ് എന്ന് പറയുമ്പോ 2000 രൂപ നിങ്ങളുടെ ഇൻകം. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വരുന്ന വ്യക്തികൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കുമ്പോ അതേ റേഷ്യോയിൽ തന്നെ നമുക്കും വരുമാനം കിട്ടുന്ന ഒരു ഇൻകം സ്ട്രക്ചർ. ഈ പ്ലാൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് എ ടീം വർക്ക്. ഇന്ന് ലോകത്തിൽ വിജയിച്ച വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ വിജയിക്കാനുള്ള കാരണം ഒറ്റയ്ക്ക് പണിയെടുത്തുകൊണ്ടല്ല, മറിച്ച് ടീം വർക്ക് ചെയ്തുകൊണ്ടാണ്. ഇന്ന് നിങ്ങൾ വീടിരിക്കുന്ന സ്ഥലത്ത് ഒരു 5 കിലോമീറ്റർ ചുറ്റളവ് നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ഏറ്റവും നല്ലൊരു വീട് വെച്ചിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരിക്കും. ഏറ്റവും നല്ല ഒരു പ്രീമിയം കാർ വാങ്ങി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ബിസിനസ്സുകാരനായിരിക്കും. മക്കൾക്ക് എഡ്യൂക്കേഷൻ ലോൺ ഒന്നും ഇല്ലാതെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഒരു ബിസിനസ്സുകാരനായിരിക്കും. പക്ഷെ അവരൊക്കെ കോടികൾ മുതൽ മുടക്കി വർക്കിംഗ് അവർ കൂട്ടിയ ആളുകളാണ്, അല്ലെ? ഒറ്റയ്ക്ക് പണിയെടുത്ത ആളുകളല്ല അവർ. കോടികൾ മുടക്കി വർക്കിംഗ് അവർ കൂട്ടിയ ആളുകൾ. ഈ സാധനം മുടക്കാൻ നമ്മുടെ ഇല്ല, അല്ലെ? കോടികൾ മുടക്കാൻ നമ്മുടെ ഇല്ല. പക്ഷെ നമ്മുടെ ഒരു സാധനമുണ്ട്, സമയം. കോടികളെക്കാളും വാല്യൂ ഉണ്ട്. കാര്യം കോടികൾ പോയി കഴിഞ്ഞാൽ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ വീണ്ടും ഉണ്ടാക്കാം, പക്ഷെ സമയം പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. സുഹൃത്തെ, നിങ്ങൾ വെറുതെ പാഴാക്കി കളയുന്ന സമയം ഇവിടെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ, വേറെ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വർക്കിംഗ് അവർ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ വർക്കിംഗ് അവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ദിവസം 1000 രൂപ തുടങ്ങി 25,000 രൂപ വരെ വാങ്ങാൻ പറ്റുന്ന ഒരു അവസരം. ഗ്രേറ്റ്. ഡെയിലി 25,000 രൂപ. ചില ആളുകളൊക്കെ ചിരിക്കുന്നുണ്ടാവും, ഇവൻ എന്തൊക്കെ ഭ്രാന്തായി വിളിച്ചു പറയണേ. സുഹൃത്തെ, ബിലീവ് മീ, ഇന്ന് കേരളത്തിനകത്തും പുറത്തും ഇന്ന് നിങ്ങൾ ഒരു മാപ്പ് എടുത്ത് എവിടെയൊക്കെ കൈവെക്കുന്നുണ്ടോ അവിടെയൊക്കെ
ഈ 25,000 രൂപയ്ക്ക് വരുമാനം വാങ്ങിച്ചുകൊണ്ട്, ഡെയിലി വരുമാനം വാങ്ങിച്ചുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ചുണക്കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡെയിലി 25,000 രൂപ എന്ന് പറയുമ്പോൾ മാസം 7.5 ലക്ഷം രൂപ വരുമാനം. പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഫിഗർ, ബട്ട് ഇറ്റ് പോസിബിൾ. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വെറുതെ ഇരുന്നാൽ കിട്ടില്ല. പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? ഡെയിലി 25,000 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. മാസം 7 ലക്ഷം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കമ്പനി നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തന്നിരിക്കുന്നു. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഇൻസെന്റീവ്. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികൾ, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുന്ന വ്യക്തികൾ, ആ വ്യക്തികൾ ഈ ബിസിനസ്സിലൂടെ വാങ്ങുന്ന വരുമാനത്തിന്റെ 2% നിങ്ങൾക്ക് ലീഡർഷിപ്പ് ബോണസ് ആയിട്ട് കിട്ടും. ഉദാഹരണം, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ സ്പോൺസർ ചെയ്തു. ആ സുഹൃത്ത് ഈ ബിസിനസ്സിലൂടെ 1 കോടി രൂപ ഇൻകം ഏൺ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ 2% എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ നിങ്ങളുടെ ബെനിഫിറ്റാണ്. അഡീഷണൽ ബെനിഫിറ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഡെയിലി 25,000 രൂപ, അതിന്റെ ഒപ്പം തന്നെ അതേ എഫോർട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻകമാണ് ലീഡർഷിപ്പ് ബോണസ്. ഇനി നിങ്ങളുടെ സുഹൃത്ത് ഈ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികൾ, അതിൽ ഫസ്റ്റ് 4 ലെവലിൽ നിന്ന് ഓരോ % എക്സ്ട്രാ. ഗ്രേറ്റ് അല്ലേ? ഒരൊറ്റ എഫോർട്ടിലൂടെ 2 ഇൻകം, ലീഡർഷിപ്പ് ഇൻസെന്റീവ്. അടുത്ത ബെനിഫിറ്റ് ആണ് റോയൽറ്റി ഇൻകം. നിങ്ങൾ കമ്പനിയുടെ വൈറ്റ് ഡയമണ്ട് എന്ന് പറഞ്ഞ റാങ്ക് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ റാങ്കിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ലാഭവിഹിതം അത് നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. ഇറ്റ്സ് കോൾഡ് റോയൽറ്റി. കാരണം വൈറ്റ് ഡയമണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത വ്യക്തികളാണ്, കമ്പനിയുടെ ഗ്രോത്തിന് ചുക്കാൻ പിടിക്കുന്ന വ്യക്തികളാണ്. സോ അതുകൊണ്ട് തന്നെ കമ്പനി വൈറ്റ് ഡയമണ്ട് ആൻഡ് അബോവ് ലീഡേഴ്സിന് റോയൽറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തൊരു ഇൻകം ആണ് പ്രൊമോഷണൽ റിവാർഡ് പ്ലാൻ. വെരി ബ്യൂട്ടിഫുൾ ഇൻകം. നിലവിൽ ഞാനിപ്പോ കുറച്ചധികം ഇൻകങ്ങൾ പറഞ്ഞു ഇല്ലേ? അതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു 50,000 രൂപ മുതൽ 2 കോടി രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻകമാണ് പ്രൊമോഷണൽ റിവാർഡ് പ്ലാൻ. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഞാൻ മുന്നേ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു, വീറ്റ് ഗ്രാസ്, ഗ്രീൻ ലൈഫിന്റെ വീറ്റ് ഗ്രാസ്. അതിന്റെ ഒരു പാക്ക് ഉണ്ട്, 100 ഗ്രാമിന്റെ 4 ബോട്ടിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാക്ക് കൂടി എന്ത് ചെയ്യാം, ഒരു ആഡ് ഓൺ ചെയ്യാം. നിങ്ങൾ ഈ കമ്പനിയുടെ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആവുന്ന സമയത്ത് ആ പാക്ക് കൂടി നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ ആയിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ടീം ബോണസിന് വേണ്ടി ഈ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നു. നമ്മൾ ഇതിലേക്ക് കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യുന്നു. നിങ്ങളുടെ എ ടീമിൽ 300 ബിസിനസ് വോളിയം, ബി ടീമിൽ 300 ബിസിനസ് വോളിയം. 300 ബിസിനസ് വോളിയം മാച്ച് ചെയ്യുമ്പോൾ 3,000 റുപ്പീസ് നിങ്ങൾക്ക് ഇൻകമായിട്ട് ലഭിക്കുന്നു. അതിന്റെ ഒപ്പം നിങ്ങളുടെ എ ടീമിലും ബി ടീമിലുമായിട്ട് വന്ന 3 കസ്റ്റമറിലേക്ക് വീറ്റ് ഗ്രാസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്, ഈ വണ്ടർഫുൾ പ്രോഡക്റ്റ് നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ 50,000 എന്ന് പറയുന്ന ലാപ്ടോപ്പ് ഇൻസെന്റീവിന് അർഹനാവും. അത് കമ്പനി തരുന്ന ഒരുമിച്ചല്ല, ഗഡുക്കളായിട്ടാണ് കമ്പനി ഓരോ മാസവും കമ്പനി ഡിക്ലെയർ ചെയ്യും. കമ്പനിയുടെ കട്ട് ഓഫ് എവറി 60 ഡേയ്സ് കൂടുമ്പോൾ കമ്പനി ഡിക്ലെയർ ചെയ്യും കമ്പനിയുടെ ആഡ് ഓൺ കട്ട് ഓഫ് എന്നാണ്. ആ സമയത്ത് കമ്പനിയിൽ ടോട്ടൽ എത്ര ആഡ് ഓൺ പാക്ക് ആണോ സെല്ലിംഗ് നടക്കുന്നത്, അതിന്റെ ലാഭവിഹിതം കമ്പനി നിങ്ങൾക്ക് തരും ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാനായി. അതിന്റെ അടുത്ത സ്ലാബ് എന്ന് പറയുന്നത് എ ടീമിൽ 600 ബിസിനസ് വോളിയം, ബി ടീമിൽ 600 ബിസിനസ് വോളിയം, 6 ആഡ് ഓൺ പാക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈക്ക് ഫണ്ട്. അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഐഫോൺ പർച്ചേസ് ചെയ്യാൻ ഒരു ഫണ്ട്, then കാർ ഫണ്ട്, യൂറോപ്പ് ട്രിപ്പ്, ഗോൾഡ് കോയിൻ, ഹൗസ് പ്ലോട്ട് ഇൻസെന്റീവ്, മെർസിഡസ് ബെൻസ്. ഇന്ന് ഏവരുടെയും ഒരു ഡ്രീമാണ് അല്ലെ? ദി ലാസ്റ്റ് വൺ, പ്രീമിയം വില്ല ഇൻസെന്റീവ്. 50,000 തുടങ്ങി 2 CR വരെ അഡീഷണൽ അച്ചീവ് ചെയ്യാനായി, അഡീഷണൽ എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 5,000ന്റെ ആ ഒരു ആഡ് ഓൺ പാക്ക് കൂടി ഒന്ന് പർച്ചേസ് ചെയ്യുക. ഒരു അഡീഷണൽ ബെനിഫിറ്റ് നിങ്ങളുടെ ഡ്രീംസിലേക്ക് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് റീച്ച് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. ദെൻ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഇന്ന് കമ്പനിയിലെ റാങ്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ റാങ്ക് തുടങ്ങി ബ്രാൻഡ് അംബാസഡറുകളുടെ റാങ്കുകൾ. സ്റ്റാർ റാങ്ക് എന്ന് പറഞ്ഞാൽ 1,200 ബിസിനസ് വോളിയം മാച്ച് ചെയ്ത വ്യക്തികൾ, അതായത് 12,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിയ ആളുകൾ. ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കോടിക്ക് മുകളിൽ വരുമാനം വാങ്ങുന്ന വ്യക്തികൾ.
ഇത്രയും റാങ്കുകളാണ് കമ്പനികളിൽ. ഇന്ന് നിരവധി അനവധി വ്യക്തികൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ റാങ്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ കമ്പനിയുടെ ഡയമണ്ട് റാങ്ക്, വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള റാങ്കാണ് ഡയമണ്ട്. ഈ റാങ്കിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്, ഫസ്റ്റ് ബെനിഫിറ്റ് 1.5 ലക്ഷം രൂപ കാർ ഫണ്ട്. ഇന്ന് ഏതൊരു സാധാരണക്കാരന്റെ സ്വപ്നമാണ് മഴയൊക്കെ വരുമ്പോ സ്വന്തം ഫാമിലിയെ, അച്ഛനെയും അമ്മയും ഭാര്യയും മക്കളെയും ഒക്കെ മഴയും വെയിലും കൊള്ളിക്കാണ്ട് ഒന്ന് സഞ്ചരിക്കാൻ സാധിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഡയമണ്ട് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ കാർ ഫണ്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്, ഒരു വിദേശ യാത്ര കൂടി കമ്പനി അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നൽകുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ കമ്പനിയുടെ ബ്ലൂ ഡയമണ്ട് ആൻഡ് എബോ റാങ്കിലേക്ക് വന്നു കഴിയുമ്പോൾ അടുത്ത ട്രിപ്പ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് 2+2 ആണ്. ആദ്യം ഞാൻ പറഞ്ഞ ട്രിപ്പ് ഒരാൾക്കായിരുന്നുവെങ്കിൽ അടുത്ത ട്രിപ്പ് നിങ്ങൾക്ക് കിട്ടുക 2+2, ഭാര്യയ്ക്കും ഭർത്താവിനും 2 മക്കൾക്കും സഞ്ചരിക്കാം ഫ്രീ ആയി. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ റാങ്കുകൾ അച്ചീവ് ചെയ്യുക, വരുമാനം വാങ്ങുക എന്നുള്ളതാണ്. ഇത്രയൊക്കെ വരുമാനം കിട്ടുമ്പോ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന സംശയം ഇതാണ്: ഇതെങ്ങനെയാണ് കമ്പനി ഈ വരുമാനമൊക്കെ കൊടുക്കുക? അപ്പൊ പ്രൊഡക്റ്റ് ഒക്കെ ഫ്രീ ആയിട്ടാണോ കമ്പനി ഉണ്ടാക്കുന്നത്? ഫ്രീ ആയിട്ടാണോ കമ്പനി കിട്ടുന്നത്? സുഹൃത്ത്, അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ട്രഡീഷണൽ മാർക്കറ്റിംഗ്. സിംപിളി പറയാം, നമുക്കൊരു സാധനം വാങ്ങണം. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിലേക്ക് പോകുന്നു, ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു, മാർക്കറ്റിലേക്ക് പോകുന്നു, നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നം വാങ്ങുന്നു, കാശ് കൊടുക്കുന്നു, വീട്ടിലേക്ക് പോരുന്നു. വീട്ടിൽ വരുന്നത് ഉപയോഗിക്കുന്നു. നമ്മൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ വാങ്ങിയ ആ ഒരു ഉൽപ്പന്നം ഒരിക്കലും ആ ഒരു കടയിലായിരിക്കില്ല, ആ ഒരു ഷോപ്പിലായിരിക്കില്ല നിർമ്മിച്ചിരിക്കുക, അല്ലെ? ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ ഉള്ള ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കടയിലേക്ക് എത്തി? ചിന്തിക്കണം. ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ആദ്യം ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കൈകളിലേക്ക് എത്തും. ദെൻ അതിനുശേഷം അത് ഒരു സോണൽ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കൈകളിലേക്ക് എത്തും. അവിടുന്ന് സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ കൈകളിലേക്ക് എത്തും. അവിടുന്ന് ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടറിന്റെ കൈകളിലേക്ക് എത്തും. അവിടുന്ന് സൂപ്പർ സ്റ്റോക്കിസ്റ്റിന്റെ കൈകളിലേക്ക് എത്തും. അവിടുന്ന് ഹോൾസെയിൽ ഡീലറിന്റെ കയ്യിലേക്ക് എത്തും. അവിടെ നിന്നും റീറ്റെയിൽ ഷോപ്പിലേക്ക്, നമ്മുടെ വീടിന്റെ അടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തും. അതിനുശേഷമാണ് നമ്മൾ എന്ന് പറയുന്ന കസ്റ്റമറിന്റെ കൈകളിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തുക. ഈ ഇടനിലക്കാരെന്ന് പറയുന്നത് കോടികൾ മുടക്കി ബിസിനസ് ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ കോടികൾ അവർ ലാഭമായിട്ട് പ്രതീക്ഷിക്കും. ഇനി ഈ ഉൽപ്പന്നം വിട്ടുപോകാൻ ഇടനിലക്കാർ മാത്രം ഉണ്ടായാൽ പോരാ. നമ്മൾ കടയിൽ ചെന്നിട്ട് ഏതൊരു ഉൽപ്പന്നമായിക്കോട്ടെ അതിന്റെ ഒരു ബ്രാൻഡ് നെയിമാണ് നമ്മൾ പറയാം. എക്സാമ്പിൾ, ഒരു സോപ്പ് വാങ്ങണം. നമ്മൾ കടയിൽ ചെന്നിട്ട് പറയും എന്താണ്? ലെക്സിന്റെ സോപ്പ്, ഡവിന്റെ സോപ്പ്, ചന്ദ്രിക സോപ്പ്, കുറച്ച് ബ്രാൻഡുകൾ നമ്മൾ പറയും. ഈ ബ്രാൻഡുകളൊക്കെ നമ്മളെ പഠിപ്പിച്ച രീതി, അഡ്വർടൈസ്മെന്റ്, പരസ്യം ചിലവ് കുറഞ്ഞ പരിപാടിയാണ്. നെവർ. കാരണം അതിൽ അഭിനയിക്കുന്നത് താരമൂല്യമുള്ള വ്യക്തികളാണ്. സച്ചിൻ ടെണ്ടുൽക്കർ, ഷാരൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, ഐശ്വര്യ റായ്, മമ്മൂക്ക, ലാലേട്ടൻ, ഇവരൊക്കെ ഈ പരസ്യങ്ങൾ അഭിനയിക്കുന്നു. സോ അവരുടെ പ്രതിഫലം കോടികളാണ്. നമ്മൾ ചിന്തിക്കും, ഈ കാശ് കമ്പനിയല്ലേ കൊടുക്കുന്നത്? ശരിയാണ്, കമ്പനിയാണ് കൊടുക്കുന്നത്. പക്ഷെ കമ്പനി എവിടുന്നാ കൊടുക്കുന്നത്? ഇന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു, ഏതൊരു ഉൽപ്പന്നമായിക്കോട്ടെ അതിന്റെ ഉൽപാദന ചെലവും ലാഭവും എന്ന് പറയുക അതിന്റെ MRPയുടെ 30%, കൂടിപ്പോയാൽ 40%. 10,000 രൂപ കൊടുത്ത് നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ആ മൊബൈൽ ഫോണിന്റെ യഥാർത്ഥ ഉൽപാദന ചെലവ്, ലാഭം എന്ന് പറയുന്നത് 3,000 രൂപ, കൂടിപ്പോയാൽ 4,000 രൂപ. അധികമായിട്ട് നമ്മൾ കൊടുക്കുന്ന 6,000 അല്ലെങ്കിൽ 7,000 രൂപ എന്ന് പറയുന്നത് ഈ മീഡിയേറ്റേഴ്സിനുള്ള വരുമാനമാണ്. ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമുള്ള തുക കൂടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമ്മളൊക്കെ ജോലി ചെയ്ത് വരുമാനം വാങ്ങുമ്പോൾ ആ വരുമാനത്തിന്റെ ഭൂരിഭാഗം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇടനിലക്കാരും പരസ്യക്കാരും. ലോക ജനസംഖ്യയുടെ വെറും 5% മാത്രമാണ് ഇടനിലക്കാരും പരസ്യക്കാരും വരിക. ഈ 5% ആളുകൾക്ക് വേണ്ടി 95% വരുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തേ. ശരിക്കും ഒരു ചൂഷണം. ഇത് അവസാനിപ്പിക്കുന്നതായി കണ്ടെത്തിയ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇവിടെയുണ്ട് ഒരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പന്നം എത്തുന്നത് തെംസ് ബേ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയിലേക്ക്. നാഷണൽ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഡ്യൂട്ടി ചെയ്യുന്നത് തെംസ് ബേ ആണ്. ദെൻ അവിടെ നിന്ന് ഈ പ്രൊഡക്റ്റ് എത്തുന്നത് നമ്മളെന്ന് പറഞ്ഞ കസ്റ്റമറിന്റെ കൈകളിലേക്ക്.
ഈ കസ്റ്റമറിൽ നിന്ന് അടുത്ത കസ്റ്റമറിലേക്ക്, ആ കസ്റ്റമറിൽ നിന്ന് വീണ്ടും അടുത്ത കസ്റ്റമറിലേക്ക്, അവിടെ നിന്ന് അൾട്ടിമേറ്റ് കസ്റ്റമറിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തുന്നു. ഇവിടുത്തെ ഇടനിലക്കാരും പരസ്യക്കാരും എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാരായ വ്യക്തികളാണ് ഇവിടുത്തെ ഇടനിലക്കാരും പരസ്യക്കാരും. അപ്പൊ ഒരു സംശയം, നമ്മൾ പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങുമോ? സുഹൃത്തെ ചിന്തിച്ചു നോക്കുക. ഇന്ന് നമുക്കറിയാം, ഇന്ന് സിനിമകളൊന്നും ഓടുന്നില്ല, പക്ഷേ കൊറോണയ്ക്ക് മുന്നേ ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. എല്ലാ സിനിമകൾക്കും നല്ല രീതിയിലുള്ള പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പരസ്യം സിനിമയുടെ വിജയത്തിന്റെ മാനദണ്ഡമാണെങ്കിൽ എല്ലാ സിനിമകളും വിജയിക്കണം. പക്ഷെ എല്ലാ സിനിമകളും വിജയിക്കാറില്ല. കാരണം ആ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന്റെ വായ്മൊഴിയാളുടെ പരസ്യമാണ് ആ സിനിമയെ വിജയിപ്പിക്കുന്നത്. ഇന്നൊരു ഹോട്ടൽ വിജയിക്കുന്നത്, ഒരു റെസ്റ്റോറന്റ് വിജയിക്കുന്നത്, ഒരു ടെക്സ്റ്റൈൽ ബ്രാൻഡ് വിജയിക്കുന്നത് പരസ്യം കൊടുത്തിട്ടില്ല, മറിച്ച് നമ്മളെ പോലുള്ള കസ്റ്റമേഴ്സ് ആണ് അവരെയൊക്കെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സയന്റിസ്റ്റുകൾ പറയുന്നു, ഒരു വ്യക്തി രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നത് വരെ മിനിമം 10ഓളം ബ്രാൻഡുകൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ 5 പൈസ ബെനിഫിറ്റ് ഇല്ല. അതേ കാര്യം, അതേ റെക്കമെൻഡേഷൻ ഒന്ന് മനസ്സറിഞ്ഞ് ഇവിടെ നിങ്ങളൊന്ന് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഈ അവസരം നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഈ അവസരം ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഈ അവസരത്തിലൂടെ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഞാൻ മുന്നേ പറഞ്ഞ വരുമാനങ്ങളെല്ലാം നിങ്ങൾക്കും ഏൺ ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. യെസ്, ജോയിൻ ഹാൻഡ്സ് വിത്ത് തെംസ്പേ. നിങ്ങൾ ഒരു നല്ല വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നിലവിലെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പിയാണോ? നിലവിലെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ തെംസ്പേ ചൂസ് ചെയ്യേണ്ട. മറിച്ച് ഇതുവരെ കിട്ടാതിരുന്ന പല കാര്യങ്ങൾ നിങ്ങൾ കിട്ടാനായിട്ട്, നിങ്ങൾ നേടാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കമ്പനി നിങ്ങളെ സഹായിക്കും. വെറുതെ ഇരുന്നാൽ വരുമാനം കിട്ടില്ല കേട്ടോ. പണിയെടുക്കാൻ ഒരു മനസ്സും ഉള്ളിന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ആഗ്രഹവുമുണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ കൂടെ കൂടാം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് വിജയിക്കാം. ഇന്ന് നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ നിങ്ങളെ ഈ ഒരു അവസരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, നിങ്ങളെയും കൂടെ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അല്ലാതെ നിങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ചെറിയൊരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല. നിങ്ങളെ ഈ അവസരത്തിലേക്ക് കൊണ്ടുവരുന്ന ആ സുഹൃത്തിനെ ഒന്ന് ബിലീവ് ചെയ്യുക, ഈ അവസരം ഒന്ന് വ്യക്തമായിട്ട് പഠിക്കുക, ഇതിലേക്ക് കടന്നു വരിക, പ്രവർത്തിക്കുക. നല്ല നല്ല വരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. പേര് ഒന്നുകൂടി പറയാം, രാകേഷ് ബാബു, സ്വദേശം തൃപ്പൂണിത്തുറ. ഈ അവസരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു LIC ഏജന്റ് ആയിരുന്നു. എറണാകുളത്ത് സ്വന്തമായിട്ട് ഒരു കൺസൾട്ടൻസി റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജോബിന്റെ കൺസൾട്ടൻസി, ജോലി ആവശ്യമുള്ളവർക്ക് ജോലി കൊടുക്കുന്നു. പക്ഷെ ആ മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിച്ചു. അതിലൊക്കെ ഉപരി ഞാൻ പറഞ്ഞു, ഞാൻ LIC ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. ഞാൻ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയും, സാർ താങ്കൾക്ക് ഒരു റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ LIC താങ്കളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യും. അദ്ദേഹം കൊടുത്ത പ്രീമിയത്തിനനുസരിച്ചുള്ള എമൗണ്ട് LIC അവർക്ക് കൊടുക്കും. ഞാൻ എന്നോട് തന്നെ സ്വയം ചോദിച്ചു, എനിക്കൊരു റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ ഫാമിലിയെ ആര് പ്രൊട്ടക്ട് ചെയ്യും? ഒരു ബിഗ് നോ ആയിരുന്നു എന്റെ മുന്നിൽ കിട്ടിയ ആൻസർ. എന്റെ വീട്ടിലേക്ക് ഇൻകം ഏൺ ചെയ്യുന്നത് ഞാനാണ്, സ്കിൽ ഉള്ളത് എനിക്കാണ്, എഫോർട്ട് ഇടുന്നത് ഞാനാണ്. ഇന്ന് എന്റെ ഫാമിലി ഫോട്ടോയിൽ ഞാനുണ്ട്, നാളെ എന്റെ ഫാമിലി ഫോട്ടോയിൽ ഞാൻ ഇല്ലെങ്കിൽ എങ്ങനെ എന്റെ ഫാമിലി സർവൈവ് ചെയ്യും? അവിടെ വെച്ച് എനിക്കൊരു തിരിച്ചറിവുണ്ടായി. ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു പാസീവ് ഇൻകം ഞാൻ എക്സ്പെക്ട് ചെയ്തു, ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ അടുത്ത സുഹൃത്ത്, ഇന്ന് ഈ കമ്പനിയുടെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ മിസ്റ്റർ മോസാൻ, ആൾ ഈ അവസരം എനിക്ക് പറഞ്ഞു തന്നു. ആദ്യം കേട്ടപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. കാര്യം ഇത്രയധികം വരുമാനം ഇതെങ്ങനെ കൊടുക്കും? ഞാൻ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അതിന് വ്യക്തമായിട്ട് ഉത്തരം അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഈ അവസരം സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് സീരിയസ് ആയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഒരു സാധാരണക്കാരൻ സ്വപ്നം കാണുന്നതിലധികം അച്ചീവ്മെന്റ്സുകൾ ഈ ചെറിയ ടൈം കൊണ്ട് ഒന്ന് ലൈഫിലേക്ക് എത്തി. ഫാമിലി ഹാപ്പി. ഇന്ന് ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഹാപ്പിനെസ് എത്തിക്കാൻ സഹായിച്ച ഒരവസരം. വെരി സൂൺ ഈ വരുന്ന ഓണം ആകുമ്പോഴത്തേക്കിനും ഇന്ന് കോടീശ്വരന്മാര് മാത്രം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷറി വെഹിക്കിൾ എന്റെ വീട്ടുമുറ്റത്തേക്ക് വരാനായിട്ട് പോകുന്നു. ഇത് കാർ വാങ്ങുന്ന ബിസിനസ് ഒന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാം. നിങ്ങളുടെ ഡ്രീംസ് ഒന്ന് ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുക. ഞാൻ പറയും,
മനുഷ്യ മനസ്സെന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെ ശവപ്പറമ്പാന്നാ പറയാ. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ലഭിച്ചിട്ടില്ല. സുഹൃത്ത്, നിങ്ങളുടെ ഡ്രീംസ് എത്ര വലുതായിക്കോട്ടെ, നിങ്ങളുടെ കടങ്ങൾ എത്ര വലുതായിക്കോട്ടെ, നിങ്ങളുടെ കടമകൾ എത്ര വലുതായിക്കോട്ടെ, പണിയെടുക്കാൻ തയ്യാറാണോ, പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു അവസരം നിങ്ങളെ സഹായിക്കും. ഉചിതമായ ഒരു തീരുമാനമെടുക്കുക. യെസ് അല്ലെങ്കിൽ നോ. നോ എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ നത്തിങ് ടു വറി. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്, അതേ സാഹചര്യത്തിൽ അതേ രീതിയിൽ നിങ്ങൾക്ക് ജീവിച്ചു പോവാം. മറിച്ച് യെസ് എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ വിത്തിൻ ഷോർട്ട് ടൈം, 10 വർഷം 15 വർഷം ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു 365 ഡേയ്സ് നിങ്ങൾ ഒന്ന് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാറും, നിങ്ങളുടെ ഫാമിലി ലൈഫ് മാറും, നിങ്ങളുടെ എന്താ പറയാ ഫാമിലി സെറ്റ് ആവും. ഉചിതമായ ഒരു തീരുമാനം എടുക്കുക. തീരുമാനം എടുക്കാനുള്ള ചിന്തിക്കാനും എന്താ പറയാ ചിന്തിക്കാനുള്ള ഒരു കഴിവ് ജഗദീശ്വരൻ തന്നിരിക്കുന്ന മനുഷ്യനാണ് അല്ലെ. ആ കഴിവ് ഒന്ന് വേണ്ട വിധത്തിൽ ഒന്ന് ഉപയോഗിക്കുക. ആ കഴിവ് ഉപയോഗിച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് നല്ല നല്ല നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാൻ ജഗദീശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ജയ് തംസ്ബേ. Thank you, Rakesh sir. Thank you so much for your wonderful plan presentation. So guys, തെംസ എന്താണെന്നും എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് A to Z കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിമനോഹരമായി തന്നെ രാകേഷ് സാർ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. സാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആത്മാർത്ഥമായിട്ട് കേട്ടപ്പോൾ ഞാനും ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു. സാർ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ എടുത്തു പറയാണ്, പെർ ഡേ നമുക്ക് 25,000 rupees ഇൻകം മേടിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത് ഞാനൊരു വേൾപൂൾ സെയിൽസ്മാൻ ആണ്. ദാറ്റ് മീൻസ് ആ ടൈമിൽ എന്റെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് വെറും 12,000 രൂപയാണ്. മോർണിംഗ് 9 to നൈറ്റ് 9 o'clock വരെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എനിക്ക് മന്ത്ലി 12,000 rupees ഇൻകം കിട്ടുള്ളൂ. ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഞാനൊരു ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത്. അന്നിനോട് പറഞ്ഞൊരു കാര്യം, പെർ ഡേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 25,000 രൂപ വരെ വരുമാനം മേടിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഒരു തള്ളല്ലേ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിന്ന് പ്രൗഡായിട്ട് പറയും, ഞാൻ ഇന്ന് പെർ ഡേ 25,000 rupees എന്ത് ചെയ്യുന്നുണ്ട്, വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെർ ഡേ 25,000.